السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ നമ്മൾ ഇന്നലെ 189 കണ്ടതിലെ 190 വാക്കർത്ഥങ്ങൾ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 190 ആയത്തിന്റെ തഫ്സീറും പിന്നെ 91, 92, 93 എല്ലാം ചെറിയ ആയത്തുകളാണ്. എന്നാൽ ഒരേ ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആയതുകൊണ്ട് ഒന്നിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യം 90 ആയത്ത് 190 ആയത്തിന്റെ തഫ്സീർ കാണാം. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. അപ്പം വഖാതിലു നിങ്ങൾ യുദ്ധം ചെയ്യുക അല്ലെ. ഖാത്തിൽ നമ്മൾ പറഞ്ഞു ഇന്നലെ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാഫ് താ ലാം തന്നെയാണ് ഖിതാൽ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ യുദ്ധം ചെയ്യുക പ്ലൂറൽ ആയിട്ടുള്ള ഒരു കൽപ്പനയാണ്. ഒന്നിലധികം ആളുകളുടെ അടുത്ത് പറയുന്നത്, രണ്ടിലധികം ആളുകൾ. ഫീ സബീലല്ല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ. സബീൽ സീൻ ബ ലാം. സബീൽ എന്ന് പറഞ്ഞാൽ വഴി, മാർഗം ഒക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. ആരോടാ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്? അല്ലദീന യുഖാതിലൂനക്കും, ആര് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ. ഓക്കെ, അല്ലദീന യുഖാതിലൂനക്കും, ആര് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുവോ അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. യുഖാതിലൂൻ സെയിം റൂട്ട് തന്നെ, ഖാഫ് താ ലാം. പക്ഷെ എന്താണ് നിയമങ്ങള്? വലാ തഅതദു, നിങ്ങൾ എന്താണ് അതിര് കവിയരുത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അതിര് കവിയുന്നവരെ ഇഷ്ടമല്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അതിര് കവിയുന്നവരോട് എന്താണ്, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരോട് വെറുപ്പാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം മുഅ്തദീൻ അല്ലെങ്കിൽ വലാ തഅതദു എന്നൊക്കെ പറയുന്നത് രണ്ടും സെയിം റൂട്ടാണ്. ഐൻ ദാൽ വാവ്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളോട് അവര് യുദ്ധം ചെയ്യുമ്പം എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം എന്നാ പറയുന്നത്? ഫീ സബീലില്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തില്, അള്ളാഹുവിന് വേണ്ടി. രണ്ടാമത് ആരോട് യുദ്ധം ചെയ്യണം എന്നാ പറയുന്നത്? ഏതൊരാളടുത്ത് അവർക്ക് തോന്നുന്ന പോലെ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ യുദ്ധം ചെയ്യാനാണോ പറയുന്നത്? അല്ല. അല്ലദീന യുഖാതിലൂനക്കും, ആര് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാം. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ് യുദ്ധത്തിന്റെ നിയമമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വലാ തഅതദു, നിങ്ങൾ പരിധി വിട്ട് പോകരുത് അല്ലെ, അതിര് കവിയരുത്. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ മെയിനായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പം ആദ്യം പറഞ്ഞത് ഫീ സബീലില്ല. എന്താണ് ഫീ സബീലില്ല? ഒരാള് അള്ളാഹുവിന് വേണ്ടി മാത്രം അല്ലെ, മാത്രം യുദ്ധം ചെയ്യുമ്പോഴാണ് അത് ഫീ സബീലില്ല ആവുന്നത്. അതായത് അള്ളാഹുവിനല്ലാതെ പിന്നെ എങ്ങനെയാ ഒരാൾ യുദ്ധം ചെയ്യാം? എന്റെ പവർ കണ്ടോ അല്ലെ, എനിക്ക് എന്റെ ശക്തി കണ്ടോ, എനിക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ധൈര്യമുണ്ട്, അല്ലെങ്കിൽ എന്റെ എന്താണ് യുദ്ധത്തിലുള്ള സ്കില്ലുകൾ ഇന്നതൊക്കെയാണ്, നിങ്ങൾ കണ്ടോ എന്നുള്ള ആ ഒരു ആവശ്യത്തിന് വേണ്ടി ആയിരിക്കരുത് യുദ്ധം ചെയ്തത്. പകരം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം അവൻ യുദ്ധം ചെയ്യുന്നത്. മാത്രമല്ല നമുക്കറിയാം, യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ ഉണ്ട് അല്ലെ. യുദ്ധം അവർ പിടിച്ചടക്കുന്ന സ്ഥലത്ത് നിന്ന് പലതും, ആളുകളെയും സാധനങ്ങളെയൊക്കെ അവർക്ക് കിട്ടും, യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ ഏത് നാടിനാണ് അവർ കീഴടക്കുന്നത് ആ നാടിനെ കിട്ടാൻ വേണ്ടി ആയിരിക്കരുത് ഒരിക്കലും യുദ്ധം എന്ന് പറയുന്നത്. പകരം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക്, അള്ളാഹിന്റെ
വജഹ ഉദ്ദേശിച്ചിട്ടായിരിക്കണം യുദ്ധം ചെയ്യുന്നത്. ഇഖ്ലാസുൻ നീയത്തിന്റെ ഇഖ്ലാസിലെ സിൻസിയറിറ്റി കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി അഅല ഫഹുവ ഫീ സബീലില്ലാ. ആര് യുദ്ധം ചെയ്തുവോ എന്തിനു വേണ്ടി? ലിതകൂന കലിമത്തുല്ലാഹി അഅല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വചനം, അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ വാഴ്ത്താൻ വേണ്ടിയിട്ട്, അല്ല അള്ളാഹുവിനെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടി ആര് യുദ്ധം ചെയ്തുവോ ഫഹുവ ഫീ സബീലില്ല, അവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവൻ. ഓക്കെ, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഇനി യുദ്ധം ചെയ്യാൻ പറയുമ്പം അത് ഏത് രീതിയിലായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പോലെ ആയിരിക്കണം യുദ്ധം ചെയ്യുന്നത്, അല്ലെ? കാരണം നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഓരോ ഇബാദത്തുകളും, നമസ്കാരാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജ് ആവട്ടെ, എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല കുറെ നിയമങ്ങൾ തന്നിട്ടുണ്ട്, അല്ലെ? എങ്ങനെ, എപ്പോ, എവിടെ, എന്താണ് ഓരോന്നിന്റെ പരിധികൾ, എന്തൊക്കെയാണ് അതിനകത്ത് അനുവദിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് അനുവദിക്കാത്തത്. അതേപോലെ യുദ്ധത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല നിയമങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ആദ്യം വഖാതിലു ഫീ സബീലില്ല. രണ്ടാമത് എന്താണ് യുദ്ധത്തിന്റെ നിയമമായിട്ട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്? ആർക്കെതിരെ? അല്ലദീന യുഖാതിലൂനക്കും, അവര് നിങ്ങളടുത്ത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചും യുദ്ധം ചെയ്യണം. ഇനി മൂന്നാമത്തത് വലാ തഅതദു, നിങ്ങൾ അതിര് കവിയരുത്, പരിധി വിടരുത്. എത്തിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐൻ ദാൽ വാവ് അദുവ്. അദുവ് എന്ന് പറഞ്ഞാല് പരിധി വിട. അദുവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ ആദ്യം പറഞ്ഞത് അദുവുൻ, ഇപ്പം അദുവ് എന്ന് പറയുന്നത് നമുക്കറിയാം ശത്രുവാണെന്ന്. ശത്രു അവന്റെ ശത്രുതയില്, അവന്റെ വെറുപ്പ് കാരണം അവൻ പലപ്പോഴും പരിധികളെ കുറിച്ച്, ലിമിറ്റിനെ കുറിച്ച് ചിന്തിക്കാതെ ഉപദ്രവിക്കുന്നവനാണ്. അപ്പം അത് ഈ വാക്കിൽ ഉള്ളതാണ് എത്തിദ, അല്ലെങ്കിൽ വലാ തഅതദു, നിങ്ങൾ അതിര് വിടരുത്, പരിധി ലംഘിക്കരുത്. ഇനി യുദ്ധത്തിലെ എത്തിദ എന്ന് പറയുന്നത് പരിധി ലംഘിക്കല് രണ്ട് രീതിയിലാവാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു തആലയോടുള്ള ഹഖിന്റെ കാര്യത്തില്. രണ്ട്, നിങ്ങൾ ആരോടാണോ യുദ്ധം ചെയ്യുന്നത് ആ ആളുകൾ അവരോടുള്ള ഹഖിന്റെ കാര്യത്തില്. അങ്ങനെ രണ്ട് രീതിയിലാണ് യുദ്ധത്തില് പരിധി വിടാവുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹഖിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ പരിധി വിടുന്നത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ചില നിയമങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അല്ലെ, യുദ്ധത്തിന്. അപ്പം അത് നമ്മൾ അനുസരിക്കണം. അത് അനുസരിക്കാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കെതിരെയുള്ള പരിധി വിടലാണ്. നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്കെതിരെയുള്ള പരിധി വിടലാണ്, അള്ളാഹിന്റെ ഹക്കിനെതിരെയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മുടെ ശരീഅത്തില് വളരെ ക്ലിയർ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇപ്പം നമുക്ക് ഇനി അങ്ങോട്ടുള്ള കുറെ ആയത്തുകൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല. അതുപോലെ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അബ്ദുകൾ ഉണ്ടാവും, അല്ലെ? അവരെ ഇബാദത്ത് ചെയ്ത് അങ്ങനെ അവരൊരു സൈഡിൽ കൂടെ കഴിഞ്ഞു കൂടുന്നുണ്ടാവും, അവരെ കൊല്ലാൻ പാടില്ല. അതുപോലെ സാധനങ്ങൾ, സ്വത്തുക്കള് നശിപ്പിക്കാൻ പാടില്ല. ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെ? ഈ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവരെയും പിടിച്ച് കൊല്ലാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരാള് യുദ്ധം ഇല്ലേ ചെയ്യുന്നത്, അപ്പൊ എന്തായാലും ആരാ എന്താന്നൊന്നും നോക്കാതെ അങ്ങനെ എല്ലാത്തിനെയും കൊന്നു കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ആ കൊല്ലുന്ന ആളോട് ഉള്ള കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് തന്നെ പരിധി ലംഘിക്കുന്നവനാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾക്കെതിരെ പോകുന്നവനാണ്. ഈവൻ നമ്മൾ ഒരു ഭയങ്കര, ഇപ്പൊ ഫിറഔനൊക്കെ പോലെയുള്ള ഒരു സ്വേച്ഛാധിപതി ആയ ഒരു ഭരണാധികാരിയെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരു നാടിനെ ഇസ്ലാമികമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പോലും അവിടെ പോലും ആ ഒരു വഴിയിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ, കുട്ടികളെ, സ്ത്രീകളെ ഒന്നും കൊല്ലാൻ പാടില്ല, അത് അനുവദനീയമല്ല. അപ്പം എഅ്തിദ എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹഖിലുള്ള എഅ്തിദ, രണ്ടാമത് നമ്മൾ പറഞ്ഞു ആളുകളോടുള്ള, അതായത് നമ്മൾ യുദ്ധം ചെയ്യുന്ന ആളുകളോടുള്ള ഒരു ഹഖുണ്ട്, അല്ലെ, അതിലുള്ള എഅ്തിദ. അപ്പൊ പൊതുവെ ആളുകൾ പറയാറുണ്ട് ഇൻ വാർ ആൻഡ് ലവ് എവറിത്തിങ് ഇസ് ഫെയർ, അതായത് യുദ്ധത്തിലും സ്നേഹത്തിലും എന്തും ശരിയാണ്, എന്ത് ചെയ്താലും ശരിയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല, യുദ്ധത്തിൽ അങ്ങനെ എന്തും ശരിയൊന്നുമല്ല. യുദ്ധത്തിൽ അനുവദനീയമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഇച്ഛകൾക്ക് തോന്നുന്ന പോലെ യുദ്ധം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം ശത്രുവിനെതിരെ എന്ത് തോന്നിയവാസവും ചെയ്യാനുള്ള അനുവാദം നമുക്ക്
സുബ്ഹാനല്ലാഹ് ഇല്ല. ഇപ്പം യുദ്ധത്തിന്റെ കാര്യത്തിൽ ഇപ്പം രണ്ട് കൂട്ടർ തമ്മിൽ ഒരു ഡീൽ എത്താന്ന് വെച്ചോ, നമ്മളിനി അടുത്ത ഒരു മാസത്തേക്ക് നെക്സ്റ്റ് ഒരു മാസത്തേക്ക് ഇനി യുദ്ധമൊന്നും ഉണ്ടാവില്ല, ഓക്കെ, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉടമ്പടി സൈൻ ചെയ്തെന്ന് വെച്ചോ. അങ്ങനെ ഉടമ്പടി സൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റുള്ള കക്ഷി അവരെ ആയുധങ്ങൾ താഴെ വെച്ചിട്ട് അവർ കൂളായിട്ട് നടക്കാൻ തുടങ്ങും അല്ലെ. ആ സമയത്ത് അവരെ കയറി ഉപദ്രവിക്കാം, അതൊക്കെ എന്താ പറയാ, ചതിയാണ്. ആ ഓപ്പോസിറ്റ് പാർട്ടി നമ്മൾ ആരോടാണോ യുദ്ധം ചെയ്യുന്നത് അവരുടെ ഹക്കിലുള്ള എഴുത്തിതാണ്, അവരുടെ ഹക്കിലുള്ള അതിര് കവിയലാണ്, പ്രോമിസ് ലംഘിക്കല്. അതുപോലെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനുഷ്യരോട് ചെയ്യുന്ന ഏതൊരു എഴുത്തിതായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഹക്കിലുള്ള എഴുത്തിത തന്നെയാണെന്നുള്ളത് വേറെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, വിളകൾ നശിപ്പിക്കുക, സ്വത്തുക്കൾ നശിപ്പിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയും എന്തിലും ഈ കേസിലും പെടും. എന്ത്, മനുഷ്യന്മാർക്കെതിരെയുള്ള എഴുത്തിത, യുദ്ധം ചെയ്യപ്പെടുന്ന ആൾക്കാർക്കെതിരെയുള്ള എഴുത്തിത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഗ്രൂപ്പിനെയും ഏതൊരു ഭാഗത്തേക്കും യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ പ്രത്യേകം പറയുമായിരുന്നു, നിങ്ങൾ എന്താണ് ചതി ചെയ്യരുത്. അതുപോലെ യുദ്ധത്തിൽ നിങ്ങൾ ശേഖരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, അതുവഴി നിങ്ങൾ ശേഖരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അതുപോലെ നിങ്ങൾ കൊന്നവരെ അല്ലെങ്കിൽ ഈ മരിച്ചവരുണ്ടാവുമല്ലോ അല്ലെ, അവരുടെ അവയവങ്ങൾ നിങ്ങൾ മ്യൂട്ടിലേറ്റ് ചെയ്ത്, അതായത് നമുക്കറിയാം അല്ലെ, കൊന്ന ആൾക്കാരുടെ കണ്ണും മൂക്കും ഒക്കെ വെട്ടി വികലമാക്കുന്ന, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരു സാഹചര്യം പലപ്പോഴും യുദ്ധങ്ങളിലൊക്കെ നമ്മൾ ഇപ്പൊ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അതിനുശേഷം അവരെ ഉപദ്രവിച്ച് അവരുടെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച്, സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഗ്രഷൻ, അത്തരത്തിലുള്ള ഒരു അതിര് കവിയൽ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മരിച്ചു വീണ ആളുടെ മേലെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെ കുറെ നിയമങ്ങളുണ്ട്. ആ രീതിയിലുള്ള നിയമങ്ങളൊന്നും നമ്മൾ ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ അതിര് കവിയൽ, വല താഴ്ത്തതു, അതിര് കവിയൽ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അതിര് കവിയുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമല്ല. അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നു എന്നും പറഞ്ഞ് പോയിട്ട് എന്നിട്ട് ഒരാൾ പറയാൻ, നോക്കിക്കോ ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോണേന്ന്, എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനയ്ക്ക് അപ്പുറം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഫീസബീലില്ല ആവൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് അങ്ങനെയുള്ള ഒരാളെ ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്, ആ രീതിയിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പിന്നെ അയാളുടെ യുദ്ധം എന്തൊരു നഷ്ടത്തിലായിരിക്കും അല്ലെ, അയാളെടുത്ത ഒരു എഫേർട്ട് എന്തൊരു നഷ്ടത്തിലായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കണം, അതിര് കവിയാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നമ്മൾ മുമ്പ് ആയത്തുൽ ബിർറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, വസ്വാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. ആര് എന്താണ് ക്ഷമ കാണിക്കുന്നു യുദ്ധത്തിന്റെ സമയത്തും. സുബ്ഹാനല്ലാഹ്, അപ്പം യുദ്ധത്തിന്റെ സമയത്ത് ക്ഷമ കാണിക്കുക എന്ന് പറയുന്നത് അവിടെ മിണ്ടാണ്ടിരിക്കലല്ല അല്ലെ. യുദ്ധത്തിന്റെ സമയത്ത് ക്ഷമ കാണിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കൺട്രോൾ ചെയ്യലാണ്. തെറ്റ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകുമ്പോൾ, ഓവറാക്കാനുള്ള, അതിര് കവിയാനുള്ള ത്വര ഉണ്ടാകുമ്പോൾ അവിടെ അത് കൺട്രോൾ ചെയ്യലും കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ, നിരപരാധിയായ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊലപാതകം ചെയ്യാൻ തോന്നുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യലാണ് വസ്വാബിരീൻ അല്ലെ. അവിടെ വസ്വാബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്. അപ്പം അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹ്ക്ക് മുഅ്തദീനായിട്ടുള്ളവരെ ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഈ ആയത്തിൽ ബേസിക്കലി വിശ്വാസികൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ്. ഖാതിലു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് അവരുടെ ആയുധം എടുക്കാനും ശത്രുക്കൾക്കെതിരെ തിരിയാനുള്ള അവസരം കൊടുത്തിട്ടില്ല അല്ലെ. എത്ര തന്നെ ശത്രുക്കൾ പീഡിപ്പിച്ചു കഴിഞ്ഞാലും, എത്ര തന്നെ മോശം രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
വിശ്വാസികളും മക്കയിൽ ഏകദേശം 13 വർഷക്കാലം, സുബ്ഹാനല്ലാഹ്, അത് തീരെ എളുപ്പമുള്ള കാലമായിരുന്നില്ല അല്ലെ. സീറ പഠിച്ച ആളുകൾക്കറിയാം എത്രത്തോളം പ്രയാസങ്ങളിലൂടെയാണ് ആ ഒരു സമയത്ത് കടന്നു പോയത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് വായിക്കുമ്പോൾ പോലും നമുക്ക് ചില കാര്യങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ വായിക്കാൻ പറ്റൂല. അപ്പൊ അവർ കടന്നുപോയ സാഹചര്യം എന്തായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരുപാട് പ്രയാസങ്ങൾ, പലരെയും കൊന്നു എന്ന് മാത്രമല്ല വളരെ ക്രൂരമായ നിലയിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവൻ ഉമ്മയും വാപ്പയും ഒക്കെ ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെടുക, അതേപോലെ തിരിച്ചും, അതായത് വിശ്വാസത്തിന്റെ പേരില്. സുബ്ഹാനല്ലാഹ്, നല്ല ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ അല്ലെ വലിച്ചു കൊണ്ടുപോയി, എന്നിട്ട് അതിന്റെ മേലെ അവരുടെ നെഞ്ചത്ത് ഹെവി ആയിട്ടുള്ള പാറകൾ കയറ്റി വെച്ച് ചൂടുള്ള കൽക്കരി കൊണ്ട് അവരെ ശരീരം മുഴുവനും, സുബ്ഹാനല്ലാഹ്, അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ഓരോ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവയുടെ ഓരോ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരാള് ഖുർആൻ ഓതുന്നതിന്റെ പേരിൽ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെ അയാളെ അടിക്കുകയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുക, അയാൾ മരിച്ചു പോകുന്ന തോന്നുന്നത് വരെയുള്ള രീതിയിൽ ചിലപ്പം കൊല്ലുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലെ, അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഖുർആൻ ഓതുന്നതിന്റെ പേരിൽ, നമസ്കരിക്കുന്നതിന്റെ പേരിൽ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, നമ്മൾ ഖുർആൻ ഓതുന്നതിന്റെ പേരിൽ ഒരാൾ നമ്മളെ വന്ന് നിർത്താതെ ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, അങ്ങനെ കൊല്ലുക എന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്കത് പറയാൻ പോലും നമുക്കതിന് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും. കാരണം നമുക്ക് ആ ഇമാജിനേഷനിൽ പോലും നമ്മൾ എത്തുന്നില്ല. ഓക്കെ, അപ്പം ഈ ആ സമയത്ത് അത്രയും അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കുഫു ഐദിയക്കും എന്നാണ്. സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്തിൽ കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കുക, നിങ്ങൾ കൈ ഉയർത്തരുത്. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള സമയം ആയിട്ടില്ല, നിങ്ങൾ യുദ്ധം ചെയ്യല്ലേ, നിങ്ങൾ ശത്രുക്കളോടൊന്നും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ ഒരു ഉപദ്രവം സഹിക്കാനാവാത്ത ഒരു സമയത്താണ് അബ്സീനിയയിലേക്ക് ആദ്യമായിട്ട് സീക്രട്ട് ആയിട്ട് ഒരു ഹിജ്റ പോകുന്നത് അല്ലെ പലരും. കാരണം അത് സീക്രട്ട് ആയിട്ടും പോകണമായിരുന്നു, സീക്രട്ട് ആയിട്ട് പോയിട്ടില്ല. അത് മക്ക മുശ്രിക്കുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് അവരെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് പലരും രഹസ്യമായിട്ട് അബ്സീനിയയിലേക്ക് അവര് യാത്ര പോയി. സുബ്ഹാനല്ലാഹ്, പലരും മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ ദീൻ പ്രാക്ടീസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പല നാടുകളിലേക്കും പോകാൻ അത് വെറുത്തിട്ട് ആ ഒരു അവസ്ഥയിലെത്തി. ഇനി അങ്ങനെ പോവാൻ പോകുന്ന ആരെങ്കിലും തന്നെ അവർ പിടിച്ചു കഴിഞ്ഞാൽ അവര് ഒന്നെങ്കിൽ അവരെ ഉപദ്രവിക്കും, ചിലരെടുത്ത് പറയും നിങ്ങളുടെ സ്വത്ത് മുഴുവൻ ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ പോയിക്കോ, അല്ലെങ്കിൽ പോവണ്ട അല്ലെ. അങ്ങനെ പല രീതിയിൽ ഈവൻ മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്ന ആളുകൾക്കും പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. ഇതൊന്നും കൂടാതെ 3 വർഷത്തെ ഒരു സോഷ്യൽ ബോയ്ക്കോട്ട്, അതായത് സാമൂഹ്യ ബഹിഷ്കരണം നടന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ വിശ്വാസികളെല്ലാം ഒരു കോമൺ, അതായത് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അല്ലെ, ഒരു അവരുടെ വാസസ്ഥലത്ത് നിന്ന് മാറി 2 മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വരയിൽ, ഒരു മലയിടുക്കിൽ അവർക്ക് കുറെ നാൾ 3 വർഷത്തോളം താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സീറ അറിയുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആ ഒരു സമയത്തും ഈ 3 വർഷത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല. കാരണം ബഹിഷ്കരണമാണ്. അവർക്കൊരു സാധനം കൊടുക്കൂല മക്ക മുശ്രിക്കുകൾ, അവരിലേക്ക് അവർ കച്ചവടം ചെയ്യൂല, ഭക്ഷണ സാധനങ്ങളിൽ അവരിലേക്ക് എത്തിക്കൂല, അവർക്ക് പൈസ കൊടുത്ത് പോലും വാങ്ങാൻ പറ്റൂല. അങ്ങനെ ആ ഒരു സ്ഥലത്ത് എന്താണോ കിട്ടുന്നത്, ഇലകളോ മൃഗങ്ങളോ തൊലികളോ പുഴുക്കളോ, സുബ്ഹാനല്ലാഹ്, എന്താണ് കിട്ടുന്നത് അത് കഴിച്ച് 3 വർഷം കഴിച്ചു കൂട്ടിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അതിനുശേഷമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒക്കെ മരണം. കാരണം പലരുടെയും ആരോഗ്യം വളരെ വീക്കായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. സുബ്ഹാനല്ലാഹ്, അപ്പം ഇതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിങ്ങൾ ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇനി ഇതിന്റെയൊക്കെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊല്ലാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അവർ ഡിസ്കഷൻ നടത്തി ശരിക്കും ഫൈനലി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ എത്തുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമയത്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുക്കുന്നത്, അള്ളാഹിന്റെ സഹായത്തോട് കൂടി. സുബ്ഹാനല്ലാഹ്, ഇനി മദീനയിൽ എത്തിയിട്ടും മുശ്രിക്കുകൾ അവരെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, പലരും മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത സമയത്ത്, ഹിജ്റ പോയ സമയത്തും അവരുടെ കുടുംബാംഗങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്നു, അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ പറ്റാതിരുന്ന പല സ്വഹാബാക്കളും ഉണ്ടായിരുന്നു, അവരും അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ പീഡിപ്പിച്ചത്? വെറുതെ അവർ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രം. ആൻഡ് അവർക്ക് അറിയാത്ത ആരൊക്കെയോ ഒന്നും അല്ല അവരെ പീഡിപ്പിച്ചത്, പലരുടെയും സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സ്വന്തം പിതാവ് ഒക്കെയാണ് അവരെ പീഡിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് പകരമൊന്നും ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാ? അപ്പൊ നമുക്ക്
ഇസ്ലാമിന്, മുസ്ലിംസിന് ആ ശക്തി ഉണ്ടായിരുന്നില്ല. നമ്മളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ആ സമയത്ത് നമ്മളെങ്ങാനും ഈ ശത്രുക്കളുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശത്രുക്കൾ സ്ട്രോങ് ആയിരുന്നു അല്ലേ? അതോടുകൂടി ഇസ്ലാം അവിടെ അവസാനിക്കുമായിരുന്നു, നശിച്ചു പോവുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ക്ഷമിക്ക്, അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്ക്. ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ? ക്ഷമ കാണിക്ക്, പുറത്തു കൊടുക്ക്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു ക്ഷമ കൊണ്ട്, ആ പുറത്തു കൊടുക്കൽ കൊണ്ട് ഇസ്ലാം അങ്ങനെ വളർന്നു. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം, ഹിജ്റ പോയതിനു ശേഷം അവിടെയുള്ള പല സാഹചര്യങ്ങളും തരണം ചെയ്ത് ഒരു ഇസ്ലാമിക് രാജ്യം, ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈവൻ മദീനയിലാണെങ്കിൽ പോലും, മദീനയിൽ അവർ വന്ന സമയത്ത് പോലും, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്ന സമയത്ത് പോലും അവരെ വെറുതെ വിടൂലായിരുന്നു. മക്ക മുശ്രിക്കുകൾ ഇവിടെ വന്നിട്ട് അവരെ ഉപദ്രവിക്കുമായിരുന്നു. അവിടെ ഉള്ളവരെ മാത്രമല്ല, ഇവിടെ വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എടുക്കുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് പവറും വന്നു, അവർക്കൊരു സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു സമയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാതിലു, ഇനി നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. പക്ഷെ ആരോടാ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്? നിങ്ങൾ കുറെ ആൾക്കാർ ഉപദ്രവിച്ചല്ലോ അല്ലെ, ഇനി അങ്ങോട്ട് തുടങ്ങിക്കോന്നല്ല പറഞ്ഞത്. അല്ലദീന യുഖാതിലൂനക്കും, ആര് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഓക്കെ, കുറെ കാലമായില്ലേ ഇവര് നമ്മളെ ഉപദ്രവിക്കുന്നത്, വർഷങ്ങളുടെ പീഡനം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ, എത്രമാത്രം വെറുപ്പുണ്ട് ഞങ്ങൾക്ക്, എത്രമാത്രം ദേഷ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ കണക്കില്ലാണ്ട് ഇത്ര ആൾക്കാരെ കൊന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പ്രതികാരം എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് എല്ലാരെയും കൊന്നാളാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന യുഖാതിലൂനക്കും. അവിടെയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നിങ്ങൾ അതിര് കവിയരുത്. വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അവിടെ നിങ്ങൾ കൺട്രോൾ കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹു എന്താ പറയുന്നത് നോക്കാം. 191. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين. അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിന് അടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. വാക്കർത്ഥം നോക്കാം. വഖ്തുലൂഹും, നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവിൻ. ഓക്കെ, ഇവിടെ ഖാത്തിലു അല്ല, ഉഖ്തുലു ആണ്. ഖാത്തിലുവും ഉഖ്തുലുവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാത്തിലു യുദ്ധം ചെയ്യാണ്, ഉഖ്തുലു കൊല്ല. ഓക്കെ, രണ്ടും രണ്ട് കൽപ്പനകളാണ്. വഖ്തുലൂഹും, നിങ്ങൾ കൊല്ലപ്പെടുത്തിക്കൊള്ളുവിൻ. ഖാഫ് താ ലാം, ഹൈസു, എവിടെയായിരുന്നാലും, ഓക്കെ, ഏത് സ്ഥലത്താണെങ്കിലും ഇടത്തിൽ വെച്ച്. സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടുമുട്ടിയ. സ ഖാഫ. വ അഖ്രിജൂഹും, എന്താണ്? നിങ്ങൾ അവരെ പുറത്താക്കിക്കൊള്ളുവിൻ. ഫ റ ജീം. മിൻ ഹൈസു, എവിടെ നിന്നാണെങ്കിലും, ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും. അഖ്റജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയത്. ഓക്കെ, അവർ നിങ്ങളെ പുറത്താക്കിയ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കിക്കൊള്ളുവിൻ. വൽ ഫിത്നതു, കുഴപ്പമുണ്ടാക്കൽ. ഫിത്ന, ഫാതാനൂൻ. അഷദ്ദു, കൂടുതൽ കഠിനമാണ്. ഷീൻ ദാൽ ദാൽ, റൂട്ട് തരാൻ മറന്നുപോയതാണ്. ഷീൻ ദാൽ ദാൽ. മിനൽ ഖത്ലി, കൊലയേക്കാൾ. വീണ്ടും ഖാഫ് താ ലാം. വലാ തുഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ഖാഫ് താ ലാം. ഇൻദ, അടുത്ത് വെച്ച്. അൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ. ഹത്ത, വരേക്കും. ഏതുവരേക്കും? യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത്. ഫീഹി, അവിടെ വെച്ച്. അതായത് അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ നിങ്ങൾ അവരെ മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് യുദ്ധം ചെയ്യരുത്. ഫഇൻ ഖാതലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ, ഫഖ്തുലൂഹും, അപ്പോൾ നിങ്ങൾ അവരോടും യുദ്ധം ചെയ്തു കൊള്ളുവിൻ. കദാലിക, അപ്രകാരം. ജസാഉ, പ്രതിഫലം. ജീൻ സായിയ, അൽ കാഫിരീൻ, സത്യനിഷേധികൾക്കുള്ള. കുറേ വഖ്തുലു ഖാതിലു നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്താണ് സംഭവം നോക്കാം. സുബ്ഹാനല്ലാഹ്. തഫ്സീർ നോക്കാം. വഖ്തുലൂഹും, നിങ്ങൾ അവരെ കൊല്ലുക. ഓക്കെ, ഉഖ്തുലു ഹും. ഉഖ്തുലു എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടുള്ള, ബഹുവചനമായിട്ടുള്ള ഒരു കൽപ്പനയാണ്. ഹും, അവരെ. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കൊല്ലാനും. ഞാൻ പറഞ്ഞു ഖാത്തിലുവിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഖാത്തിലു യുദ്ധം ചെയ്യുക, ഉഖ്തുലു കൊല്ലുക.
അപ്പം ഇവിടെ എന്താണ് കടുപ്പം കൂടിക്കൂടി വരികയാണ്. നേരത്തെ മൊത്തത്തിലുള്ള യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞത്, ഇതിപ്പോ ഓരോരുത്തരെ കൊല്ലുന്ന കാര്യം പറയുന്നത്. കൽപ്പന കുറച്ച് കൂടുകയാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ കൊന്നോ. എങ്ങനെ? ഹൈസു, എവിടെ ആയിരുന്നാലും, സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടെത്തിയാൽ, കണ്ടുമുട്ടിയാൽ. സഖിഫ്തുമൂ എന്ന് പറഞ്ഞാല് സഖിഫ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ മീറ്റ് ചെയ്യാം, ആരെങ്കിലും ഒരാളുമായിട്ട് കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ അടുത്ത് വരിക. അത് വെറുതെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അല്ല, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള, അടിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ് സഖഫ് എന്ന് പറയുന്നത്. ഓക്കെ, സഖഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് ഇത് സെയിം ഒരാള് വേറൊരാള് നേരെ മുമ്പിൽ ഫേസ് ടു ഫേസ് വരാം, എന്തിനു വേണ്ടിയിട്ട്? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അപ്രകാരത്തില് വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ നേരിട്ട് കണ്ടുമുട്ടിയാൽ, നിങ്ങളുടെ മുമ്പിൽ അവർ ഏത് സമയത്ത് എപ്പോ എങ്ങനെ വന്നു കഴിഞ്ഞാലും, അത് യുദ്ധഭൂമിയിലാവണമെന്നില്ല. ഓക്കെ, യുദ്ധഭൂമിയിലോ യുദ്ധഭൂമിയുടെ പുറത്തോ ആയാലും എന്താക്കുക? നിങ്ങൾ കൊന്നോളുക. ശത്രു നിങ്ങളുടെ നേരെ മുന്നിൽ വന്നെത്തിക്കഴിഞ്ഞാൽ അത് എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾ കൊല്ലുക. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും. ഇഖ്റാജ്, ജീം. അഖ്രിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുക. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ പുറത്താക്കുക. എവിടെ നിന്ന്? വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും. എവിടെ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കിയോ. അവരെവിടെ നിന്നാണ് നിങ്ങളെ പുറത്താക്കിയത്? മക്കയിൽ നിന്ന്, അല്ലേ? അപ്പൊ നിങ്ങള് അവരെ പുറത്താക്കാൻ പോവാണ്. എവിടെ നിന്ന്? മക്കയിൽ നിന്ന്. നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അവർക്ക് മക്കയിലുള്ള പവർ നഷ്ടപ്പെടുന്നത് വരെ യുദ്ധം ചെയ്തിട്ട് അവരെ നിങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. കാരണം അവര് നിങ്ങളുടെ അവകാശങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? അവര് നിങ്ങളുടെ അവകാശത്തിനനുസരിച്ച് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് പ്രതികാരം എടുക്കാം. എന്താണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എവിടുന്ന കണ്ടാലും അവരെ അങ്ങ് കൊന്നുകളയാനാ പറയുന്നത്, അല്ലേ? ഇതിന്റെ അർത്ഥം വിശ്വാസികള് ഒരു അവിശ്വാസിയെ അല്ലെങ്കിൽ ഒരു മുശ്രിക്കിനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണം എന്നാണോ? അല്ലെ? ഒരു ഷോപ്പിൽ ചെന്ന് കണ്ടാലും, സ്കൂളിൽ കണ്ടാലും, കോളേജിൽ കണ്ടാലും, ജോലി സ്ഥലത്ത് കണ്ടാലും, അയൽവാസി ആണെങ്കിലും ഒക്കെ കൊല്ലണം എന്നാണോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് ആളുകൾ ഖുർആൻ വെച്ച് പറയുന്നത്, അല്ലെ? നോക്ക്, നിങ്ങൾ ഖുർആനിൽ പറഞ്ഞത് കണ്ടില്ലേ? വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. ഫുൾ കൊലപാതകം, യുദ്ധം ചെയ്യലാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്, അതാണോ ഇതിന്റെ അർത്ഥം? എന്താണ് ഈ ഒരു ആയത്തിന്റെ ഉദ്ദേശം? സുബ്ഹാനല്ലാഹ്, ശരിക്കും ഇതാണ് പറഞ്ഞിരുന്നതെങ്കിൽ മദീനയില് ജൂതന്മാർക്ക് നിലനിൽക്കാൻ പറ്റൂലായിരുന്നു, അല്ലെ? മദീനയില് ജൂതന്മാരുണ്ടായിരുന്നു, അവർ കുറേ കാലം അവിടെ ജീവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ മദീനയിൽ മുശ്രിക്കുകളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിൽ എത്തുമ്പോൾ, വിശ്വാസികളുടെ കൂടെ ഹിജ്റ പോയി മദീനയിൽ എത്തുമ്പോൾ അവിടെ മദീനയില് മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു, മക്കയിൽ മാത്രമല്ല. അവരും അവിടെ ജീവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരും സ്നേഹത്തോടു കൂടി കോഎക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. സുബ്ഹാനല്ലാഹ്, അവരെല്ലാരും ഇസ്ലാം സ്വീകരിച്ചവരും ആയിരുന്നില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് കൊല്ല് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ജൂതന്മാർക്കും മുശ്രിക്കുകൾക്കും ഒന്നും ജീവിക്കാൻ പറ്റില്ലായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയ സമയത്ത്, അല്ലെ, മക്ക ഫത്ഹിന്റെ സമയത്ത് അവിടെ മക്കയിൽ ബാക്കിയുള്ള മുശ്രിക്കുകളെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നുകളയായിരുന്നു. അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അതിനർത്ഥം നിങ്ങൾ ഏത് സ്ഥലത്തുനിന്ന് ഏത് അവിശ്വാസികളെയും കണ്ടു കഴിഞ്ഞാൽ കൊല്ലണം എന്നല്ല. ഇതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ, ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ, ഒരു സാഹചര്യത്തിൽ പറയുന്നതാണ് ഈ ഒരു ആയത്ത്. അതായത് മക്കയിലെ മുശ്രിക്കുകളും മദീനയിലുള്ള മുസ്ലിങ്ങളും അവര് യുദ്ധത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് മദീനയിലുള്ള വിശ്വാസികളും മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. വേറെ മുശ്രിക്കുകളൊന്നുമല്ല, മക്കയിലുള്ള മുശ്രിക്കുകൾ. ഓക്കെ, മക്കയിലുള്ള മുശ്രിക്കുകളും അവരുടെ കുറച്ച് സഖ്യകക്ഷികളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗോത്രങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ മക്കയിലെ മുശ്രിക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെക്കെതിരെ യുദ്ധത്തിലായിരുന്നു. ശരിക്കും ഒരിക്കൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, രണ്ട് കക്ഷികൾക്കിടയിൽ, രണ്ട് ഗ്രൂപ്പിനിടയിൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അവര് പിന്നെ ആ യുദ്ധ പ്രഖ്യാപനം നിലനിൽക്കുന്ന സമയത്ത് അവര് യുദ്ധഭൂമിയിൽ മാത്രമല്ല യുദ്ധം ചെയ്യാം, അത് യുദ്ധഭൂമിയുടെ പുറത്തും യുദ്ധം ചെയ്യും. അതാണ് യുദ്ധത്തിന്റെ നിയമം. ഓക്കെ, ഇപ്പം അവരവരുടെ ശത്രുവിനെ ആ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയത്ത് എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവരെ പിടിക്കണം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നാട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു തിന്മ നടന്നോ നോക്കാം. ഒരാള് ക്രിമിനൽ ആയിട്ട് പ്രഖ്യാപിച്ചു, ഇന്ന ആളാണ് ഈ കാര്യത്തിലുള്ള ക്രിമിനൽ. അങ്ങനെ അയാൾ ക്രിമിനൽ ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അയാൾ ആ ക്രൈം സ്പോട്ടിൽ വന്നാൽ മാത്രമേ അയാളെ പിടിക്കുള്ളൂ.
അല്ല അല്ലെ, അയാൾ എവിടെയാണെങ്കിലും സുബ്ഹാനല്ലാഹ് അയാളെ പിടിക്കാനുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. എവിടെ വെച്ച് ചിലർക്ക് ഷൂട്ട് അറ്റ് സൈറ്റും ഉണ്ടാവും അല്ലെ, കണ്ടു കഴിഞ്ഞാൽ വെടിവെക്കാന്നുള്ള ഒരു കൽപ്പന വരെ വരാറുണ്ട് ചിലപ്പോൾ. സുബ്ഹാനല്ലാഹ് അത്രക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കൊലപാതകളൊക്കെ അല്ലെ, സീരിയൽ കില്ലേഴ്സ് പോലെയുള്ള കേസുകളൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ അവരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും കൊന്നു കളയാനുള്ള നിയമം വരെ കോടതി പാസ്സാക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരാള് കൊലയാളി അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് ക്രിമിനലായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ക്രൈം സ്പോട്ടിൽ വന്നാൽ മാത്രം അയാളെ പിടിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയല്ല ചെയ്യുക, അയാളെ എവിടെ വെച്ചാണെങ്കിലും പിടിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, രണ്ടു കൂട്ടർക്ക് ഇടയിൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ യുദ്ധഭൂമിയിൽ മാത്രമല്ല അതിന് പുറത്തും അവര് യുദ്ധത്തിലാണ്. അവര് ഭയങ്കര അല്ലെ, നമ്മളെ മനസ്സിലൊക്കെ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഭൂമിയിൽ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വാളും പരിചയെടുത്ത് വാറ് അല്ലെ, സുബ്ഹാനല്ലാഹ് അങ്ങോട്ട് വെട്ടുന്നു ഇങ്ങോട്ട് വെട്ടുന്നു, അത് മാത്രമാണ് നമ്മൾ പിക്ചറിൽ യുദ്ധം. പക്ഷെ ഒരു യുദ്ധം പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം അത്രയും അവര് തമ്മിൽ യുദ്ധത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ആദ്യം മുസ്ലിങ്ങളുടെ അടുത്ത് യുദ്ധം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ, എത്ര പീഡനം സഹിച്ചിട്ടും മക്കയിലുള്ള 13 വർഷവും ഇവൻ മദീനയിലേക്ക് വന്നിട്ടും ഒരു സ്ട്രോങ് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നത് വരെ യുദ്ധത്തിന് അനുവദിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. ഒരു യുദ്ധവും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൽപ്പന, ഓക്കെ നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷം മക്കയിലെ മുസ്ലിങ്ങളും മദീനയിലുള്ള മുസ്ലിങ്ങളും മക്കയിലെ മുശ്രിക്കുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഗോത്രങ്ങളും അവർ തമ്മിൽ ഈ ഒരു യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്താക്കി, ഈ ഒരു പ്രതികാരം എടുക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അപ്പം ആ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഈ മുശ്രിക്കുകളുടെ മേലെ ഏതൊരു രീതിയിലും എവിടെ വെച്ചിട്ടും അവരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകെട്ടിക്കോളാൻ, പിടിച്ചോളാൻ, യുദ്ധം ചെയ്തോളാൻ, കൊന്നോളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുകയാണ്. ഓക്കെ, കാരണം പ്രത്യേകിച്ച് യുദ്ധത്തിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓക്കെ അവർ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. യുദ്ധം ചെയ്യുന്നത് എന്തായാലും ജയിക്കാൻ തന്നെ വേണ്ടിയിട്ടാ. ആരും ഞാൻ തോറ്റു കൊടുക്കാന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യൂല അല്ലെ. അപ്പൊ യുദ്ധം ചെയ്യുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാ. അപ്പം അവരിങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രം അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല അല്ലെ. അവര് ഫുൾ പ്രിപ്പറേഷനിൽ വന്നിട്ട് നമ്മളെ അങ്ങ് കൊന്നു തീർത്തിട്ട് പോകും. അപ്പൊ അവരിങ്ങോട്ട് വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അപ്പം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തേ മതിയാവും. അപ്പം അവരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും കൊന്നുകളയാൻ, വഖ്തുലൂഹും ഹൈസു സഖഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും. അവര് നിങ്ങളെ എവിടെ നിന്ന് പുറത്താക്കിയോ, അതായത് മക്കയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയെങ്കിൽ നിങ്ങൾ അവരെയും മക്കയിൽ നിന്ന് പുറത്താക്കുക. കാരണം അവര് മുസ്ലിങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ശരിക്കും മുസ്ലിങ്ങള് ഇന്നസെന്റ് ആയിരുന്നു അല്ലെ, നിരപരാധികളായിരുന്നു. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പോയിട്ടല്ല അവര് മുസ്ലിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല മക്ക മുസ്ലിങ്ങള്. സുബ്ഹാനല്ലാഹ്. അപ്പം നിരപരാധികളെയാണ് അവര് മക്കയിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോഴോ ഇവര് മുസ്ലിങ്ങളെ അവരെ മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവര് ശരിക്കും കുറ്റവാളികൾ തന്നെയാണ് അല്ലെ. അവര് പാവങ്ങളെ പീഡിപ്പിച്ചിട്ട് കുറ്റം ചെയ്ത ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് മുസ്ലിങ്ങളുടെ അടുത്ത് നിങ്ങൾ അവരെ ഒന്ന് പുറത്താക്കിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നീതി ഉണ്ട് അല്ലെ. അവർ ചെയ്ത തെറ്റിനുള്ള പകരമുള്ള ശിക്ഷയാണത്. അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. കാരണം അവരെ അത്രയും പീഡിപ്പിച്ച് പുറത്താക്കിയതാണ് അവരെ നാട്ടിൽ നിന്ന്. ഓക്കെ, അഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്താണ്, കൂടുതൽ കഠിനമാണ് എന്തിനേക്കാൾ, കൊലപാതകത്തെക്കാൾ. സുബ്ഹാനല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം, ഈ ഒരു ഭാഗത്തിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. ആദ്യം അതിന് നമുക്ക് ഫിത്ന എന്താന്ന് നോക്കാം. ഫിത്ന എന്ന് പറയുന്ന വാക്ക് ഫതനൂൻ. ഫിത്ന എന്ന് പറയുന്ന വാക്ക് പല രീതിയിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിന്റെ വാക്കർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന്, ഇപ്പം സ്വർണം നല്ലപോലെ കത്തിച്ച് ഉരുക്കുകയാണ്. ഓക്കെ, തീ കാണിച്ചിട്ട് അതിനെ ഉരുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ അതൊരു പ്രത്യേക ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അതിനൊരു യൂസബിൾ ഫോമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്വർണത്തിന് ഇതുപോലെ ഫതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കൊടുത്ത് അതിനെ ഉരുക്കി മാറ്റം വരുത്തുന്നത്. ഓക്കെ, അതാണ് ഒരു ഫതന എന്ന് പറയുന്ന വാക്കിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ വാക്കർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫത്ന എന്ന് പറയുന്ന വാക്ക് പല രീതിയിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഒന്നാമത്തത് പണിഷ്മെന്റ്, ശിക്ഷയായിട്ട്. ഓക്കെ, സൂക്കു ഫിത്നത്തക്കും എന്ന് പറഞ്ഞാല് തീ എന്താണ് ബേൺ ചെയ്തിട്ട്, എന്താണ് തീ കത്തിച്ചിട്ട് ചൂടാക്കിയിട്ടുള്ള ശിക്ഷ. അതേപോലെ ഫിത്ന എന്ന് പറയുന്ന വാക്ക് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, ട്രയൽസ് അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം ഹാറൂത്തിന്റെ മാറൂത്തിന്റെ കാര്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്നമാ നഹ്നു ഫിത്ന,
നിശ്ചയമായും ഞങ്ങളൊരു ഫിത്തനയാണ്, ഞങ്ങളൊരു ടെസ്റ്റാണ്. അപ്പം അങ്ങനെ ശിക്ഷയായിട്ട് ഉപയോഗിക്കാറുണ്ട്, പരീക്ഷണമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രയാസങ്ങൾ ആയിട്ടുള്ള പരീക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. വേറെ ഒരു അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുന്നത് ആരെങ്കിലും ഒരാളെ സത്യത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ടെംപ്ടേഷൻ ആയിട്ട്, സത്യത്തിൽ നിന്ന് അകറ്റല് ആകർഷണീയമായിട്ട് തോന്നിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാന തലയെ അനുസരണക്കേട് കാണിക്കല് ആകർഷണീയമാക്കുന്നതിനും ഫിത്ന എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പം ഒരു 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 സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷന് ഓപ്പോസിറ്റ് ജെൻഡർ അല്ലെ, ഒരു പുരുഷന് ഒരു സ്ത്രീ അവിടെ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നാണ്. ആ അട്രാക്ഷൻ തോന്നുന്നതിലൂടെ അവൻ അള്ളാഹു സുബ്ഹാന തലയെ അനുസരണക്കേട് കാണിക്കല് എന്താണ് ഒരു എളുപ്പമായിട്ട് അതിനു വേണ്ടിയുള്ള ഒരു ടെംപ്ടേഷൻ അവന് കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള അർത്ഥത്തിലും ഫിത്നയെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നത് ഭയങ്കര പ്രയാസമാക്കി കാണിച്ചിട്ടും ഫിത്ന ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പം ഒരു കുട്ടി, ആ കുട്ടി ആദ്യമായിട്ട് ഹിജാബ് ഇടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ കുടുംബം പറയാണ്, ഇല്ല അത് ഭയങ്കര പ്രയാസമാണ്, നിനക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, കോളേജിൽ പോകാൻ പറ്റില്ല, അവിടെ നിനക്ക് പ്രശ്നം വരും, ഇവിടെ നിനക്ക് പ്രശ്നം വരും, ആളുകൾ നിന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കുന്നത് ഭയങ്കര പ്രയാസമാക്കി മാറ്റുന്നതും എന്താണ്, ഫിത്നയാണ്. അപ്പം ഇതുപോലെ പല സാഹചര്യങ്ങളിൽ പല അർത്ഥങ്ങളിൽ ഫിത്ന ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഫിത്ന എന്ന് പറയുന്നത് എന്താണ്, മതപരമായിട്ടുള്ള പീഡനം. മതപരമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ പരീക്ഷണം തന്നെയാണ് അത് അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുള്ള അവരുടെ ദീൻ അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഭയങ്കര പ്രയാസമാക്കി മാറ്റലാണ് ഇവിടുത്തെ ഫിത്ന. അങ്ങനെ പ്രയാസമാക്കി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇല്ല എനിക്ക് ദീൻ മതി നിർത്തി പോകണം എന്ന് തോന്നുന്ന അവസ്ഥയിൽ അല്ലെ. നമ്മൾ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട് അമ്മാർ ഇബ്നു യാസിറിന്റെയും അവരുടെ മാതാപിതാക്കളെ യാസിറിന്റെയും സുമയ്യ റളിയല്ലാഹു അൻഹയുടെയും ഉദാഹരണം. സുമയ്യ റളിയല്ലാഹു അൻഹയും അമ്മാറിന്റെ പിതാവും അല്ലെ, അവരെത്ര പീഡനം സഹിച്ചു കഴിഞ്ഞാലും ദീൻ വിടാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അമ്മാറിന് പീഡനം വന്നു കഴിഞ്ഞപ്പം അമ്മാറിന് അറ്റ്ലീസ്റ്റ് നാവ് കൊണ്ടെങ്കിലും ദീനിനെ ഒഴിവാക്കേണ്ട രീതിയിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് അത്രയും ഫിത്ന കൊടുത്തിട്ട്, അത്രയും അവർക്ക് പരീക്ഷണം കൊടുത്തിട്ട് അവരെ ഈമാനിൽ നിന്ന് പോലും അകറ്റുന്ന രീതിയിലുള്ള ഫിത്നയാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ആ ഫിത്ന എന്ന് പറയുന്നത് കൊലപാതകത്തേക്കാൾ കഠിനമാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണ്, നിങ്ങൾ കൊന്നുകളയാൻ അല്ലെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളുമായിട്ട് യുദ്ധത്തിന് വരുന്നവരെ നിങ്ങൾ കൊന്നുകളയാനാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം കൊല്ലുമ്പം അവർക്ക് അവരുടെ ജീവൻ നഷ്ടമാവുന്നുണ്ട്. ശരിയാണ്, മുസ്ലിങ്ങൾ ഈ ശത്രുക്കളെ മുശ്രിക്കുകളെ കൊല്ലുമ്പം അവർക്ക് ജീവൻ നഷ്ടമാവുന്നുണ്ട്. പക്ഷെ അവിടെ ജീവൻ നഷ്ടമാകലേ നടക്കുന്നുള്ളൂ. പക്ഷെ അവരിങ്ങോട്ട് ചെയ്തത്, അവര് മുസ്ലിങ്ങളോട് ചെയ്തത് ഫിത്ന എന്ന് പറഞ്ഞത് അത് അതിനേക്കാൾ മേലെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതെങ്ങനെയാണ് അതിനേക്കാൾ മേലെ ആവുന്നത് നമുക്ക് നോക്കാം. ശരിക്കും ഈ ശത്രുക്കള് മുസ്ലിങ്ങളെ ഫിത്നയിലാക്കിയിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് ഫിത്നയിലാക്കിയിട്ടുള്ളത്, അവർക്ക് അവരുടെ ദീൻ പ്രാക്ടീസ് ചെയ്യല് ഭയങ്കര പ്രയാസാക്കി മാറ്റുക. എനിക്ക് മതി ഈ ദീൻ നിർത്തി പോകണം എന്ന് തോന്നുന്ന ലെവലില്. അത് എന്തുകൊണ്ടാണ് അവര് ഈ രീതിയിലുള്ള പ്രയാസം കൊടുക്കുന്നത്, അല്ലെ എന്ത് ചെയ്തിട്ടാ, ഒന്നുമില്ല, അവര് വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഈ പീഡനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. സൂറത്ത് ബുറൂജിലെ 10-ാമത്തെ ആയത്തില് ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവർ പീഡിപ്പിക്കുന്നു. ഇവിടെ എന്തിന്റെ പേരിലാണ് പീഡിപ്പിക്കുന്നത്, വെറും വിശ്വാസത്തിന്റെ പേരിൽ അല്ലെ, അവർ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം പീഡിപ്പിക്കുകയാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയാണ്. അവർക്ക് റിലീജിയസ് ഫ്രീഡം, അതായത് ദീൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂല. ആ രീതിയിലാണ് ഈ മക്കയിലെ മുശ്രിക്കുകൾ ഇവരെ പീഡിപ്പിച്ചത്. അവരെ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കൂല, നിസ്കരിക്കാൻ അനുവദിക്കൂല, അവരുടെ മറ്റു ആചാരങ്ങൾ അനുവദിക്കൂല, ഖുർആൻ ഓതാൻ അനുവദിക്കൂല. എന്തിനു വേണ്ടിയിട്ട്, അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മുസ്ലിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലേ, ജസ്റ്റ് അവരുടെ ഈമാൻ കൊണ്ട് മാത്രം, അവർ വിശ്വസിച്ചത് കൊണ്ട് മാത്രം. അപ്പൊ അള്ളാഹു പറയാണ് ഈ രീതിയിലുള്ള ഫിത്ന കൊലപാതകത്തിനേക്കാൾ കഠിനമാണ്. അള്ളാഹു പറയുന്ന കൊലപാതകം അത്ര മോശമുള്ള ഒരു കാര്യമല്ല എന്ന്. അള്ളാഹു അതിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? നമ്മള് സുബ്ഹാനല്ലാഹ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ ഒരു ജീവൻ എടുത്തു കളഞ്ഞു. പക്ഷെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ ഓരോ ദിവസവും കൊല്ലുന്നത് പോലെയാണ്. കാരണം മനുഷ്യന്മാര് സുബ്ഹാനല്ലാഹ് അവര് ജീവിക്കുന്നത് എന്തിനാ? അവരുടെ ലക്ഷ്യം എന്താണ്?
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യലേ. ഈമാൻ വിശ്വാസവും അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യലുമാണ്. ഇത് അവനവന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി പിന്നീട് അവൻ ജീവിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള ഓരോ മുഅ്മിനീങ്ങളും മക്കയിലുണ്ടായിരുന്ന ഓരോ വിശ്വാസികളും ഇതിനു വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. അവരെ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇവൻ അവർ ഐഹികമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തും അവർ തേടുന്നത് എന്താണ്? ഈ ഒരു ലക്ഷ്യം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. അപ്പം അവർ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാല് അല്ലെ, നിങ്ങൾ ആകെ ജീവിക്കുന്നത് ഇതിനാണ്, പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കാത്തതിന് തുല്യല്ല, അവർ മരിക്കുന്നതിന് തുല്യല്ലേ. സുബ്ഹാനല്ലാഹ്. അതായത് അവർ ഓരോ ദിവസവും കൊല്ലപ്പെടുകയായിരുന്നു. ഒരു വ്യക്തി ഞാൻ ഇന്ന കാര്യത്തിനാണ് ജീവിക്കുന്നത് മനസ്സിലാക്കി അതിനു വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ അത് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അവൻ കൊല്ലപ്പെടുന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അവര് ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ കൊന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് തീർന്നു അല്ലേ. പക്ഷെ ജീവിച്ചിട്ട് അയാൾക്ക് ജീവിതത്തിന്റെ ഉദ്ദേശം നിറവേറ്റാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ശരിക്കും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊന്നും അങ്ങനെയുള്ള ഒരു സാഹചര്യമേ ഇല്ല. അൽഹംദുലില്ലാഹ്. എല്ലാ സമയവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ ഭയപ്പെടുക, ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ വന്ന് പീഡിപ്പിക്കുന്നുള്ള ഒരു സാഹചര്യം, അത് എത്രത്തോളം ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് ഏറ്റവും കഠിനമറിയാണ്. അതിനേക്കാൾ എളുപ്പം കൊന്നു കളയുന്നതാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റൂല. അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റൂല. നരകം പോലെയാണ് അല്ലെ. ആൾക്കാർ പറയും നരകമാണ് ജീവിതം. സുബ്ഹാനല്ലാഹ്, എനിക്കിവിടെ ജീവിക്കണ്ട എന്ന് തോന്നിപ്പോവും. അതിനേക്കാളും ഭേദം മരിക്കുന്നതാണ് എന്ന് തോന്നിപ്പോവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഈ ഒരു കൊലപാതകം അല്ലെ, വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഈ കൊലപാതകത്തിനേക്കാൾ കഠിനമാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫിത്ന. ഇവിടെ ജസ്റ്റ് ഒരു സൈഡ് നോട്ട് ആയിട്ട് ഞാൻ പറയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരത്തിലുള്ള ഫിത്നകൾ, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ് അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് പോകുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ പരീക്ഷണം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് തൊണ്ടയിടറും അല്ലെ. നമുക്ക് പിന്നീട് കരഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമ്മളെ പരീക്ഷണത്തെ കുറിച്ച് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. പക്ഷെ ശരിക്കുള്ള ഫിത്ന എന്താണെന്നറിയോ? നമ്മളുടെ പേർപ്പസ്, നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയലാണ് യഥാർത്ഥ ടെസ്റ്റ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളെ ജീവിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്, ഓരോ ദിവസവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്, അള്ളാഹുവിന് അനുസരണയുള്ള ഒരു അബ്ദായി മാറുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്, അതാണ് യഥാർത്ഥ ഫിത്ന. സുബ്ഹാനല്ലാഹ്. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ് ആയിട്ട് അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ എന്തായാലും ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്. ആര് നമ്മളെ ആ രീതിയിൽ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, അള്ളാഹിനെ എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അനുസരണയുള്ള ഒരു അടിമയായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല എന്നുള്ള രീതിയിൽ, സുബ്ഹാനല്ലാഹ്. ഈ സമ്മതിക്കൂല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലെ പല കാര്യങ്ങൾക്ക് എതിർപ്പുണ്ടാവും. എന്നാൽ അത് ഒന്നോ രണ്ടോ കാര്യങ്ങൾക്കുള്ള ചെറിയ എതിർപ്പായിരിക്കും, അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾ പ്രസന്റ് ആയിരിക്കുന്ന സമയത്തുള്ള എതിർപ്പായിരിക്കും. നമ്മൾ അതിന്റെ പേരിൽ അവരെ ഇല്ലാണ്ടാക്കി പോരാനല്ല പറയുന്നത്. നമുക്ക് അപ്പോഴും എന്തെങ്കിലും രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരുപക്ഷെ അവരില്ലാത്തപ്പോൾ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും, വളരെ അവർ കാണാതെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോഴൊക്കെ നമ്മൾ ആ ചെയ്യാൻ അവസരമുള്ള ഇബാദത്തുകൾ ചെയ്ത് റബ്ബിന്റെ അടുത്ത് കൂടുതൽ അടുത്തടുത്ത് നമ്മൾ ദുആ ചെയ്ത് ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയ ഒരു അവസ്ഥയിൽ എത്താൻ നമുക്ക് പറ്റുമായിരിക്കും. ഓക്കെ. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഒരു തരത്തിലും അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു പീഡനം നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. കാരണം അങ്ങനെ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നമ്മളുടെയൊക്കെ മിക്ക പ്രശ്നങ്ങളും, നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന മിക്ക പരീക്ഷണങ്ങളും സുബ്ഹാനല്ലാഹ് ആ ഒരു സിറ്റുവേഷൻ അല്ല. വളരെ കുറച്ച് ആളുകൾക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാഹു അഅലം. പക്ഷേ നമ്മളെ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, നമുക്ക് വരുന്ന പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ വിചാരം ഇതായിരുന്നു നമ്മളുടെ ജീവിതത്തിന്റെ പർപ്പസ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരാന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അപ്പൊ നമ്മൾ അവിടെ സ്റ്റക്കായി പോണ എന്താന്ന് വെച്ചാൽ, നമ്മളെ വിചാരം ഇതായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ്. ആ സംഭവിച്ചത് എന്തോ അതായിരുന്നു എന്റെ ജീവിതത്തിന്റെ പർപ്പസ് അല്ലെ. ഒരു മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സ്റ്റക്കായി പോണത്, അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശം അതുവരെ അതായിരുന്നു, മക്കളായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവായിരുന്നു അല്ലെ, അല്ലെങ്കിൽ വീടായിരുന്നു, അല്ലെങ്കിൽ ജോലിയായിരുന്നു, ഇത് മാത്രമായിരുന്നു എന്റെ ജീവിതം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവിടെ നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോണത്. അവിടെ നമ്മളെ ജീവിതം നിന്നുപോയി, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോണത് അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ്. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളുടെ ഇബാദത്തിന് എഫക്റ്റഡ് ആവുകയാണ്. കാരണം നമുക്ക് ഇബാദത്ത് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരുന്നില്ല.
പക്ഷെ നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഇബാദത്താണ് മെയിൻ. വേറെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നും നമ്മുടെ ഇബാദത്തിനെ ബാധിക്കാൻ മാത്രം നമ്മൾ ഹൃദയത്തിൽ കൊടുക്കരുത്. ഇബാദത്തിനെ ബാധിക്കാനുള്ള അർഹത, വേർത്ത് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നിനും ആർക്കും ഇല്ല. എന്തൊരു പ്രയാസം ആര് വഴി നമുക്ക് വന്നു കഴിഞ്ഞാലും അത് നമ്മളെ ഇബാദത്തിനെ ബാധിക്കാതെ നോക്കുക എന്നുള്ളതാണ് അവിടെയുള്ള സൊല്യൂഷൻ. ഓക്കെ, ഇബാദത്ത് സ്റ്റില്ലായി പോകരുത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക. അത് നമ്മൾ റബ്ബിൽ ഏൽപ്പിച്ചിട്ട് നമ്മളെ ഇബാദത്ത് മുന്നോട്ട് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുക. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന, അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന കാര്യം കൂടുതൽ ശക്തമാക്കുക. സുബ്ഹാനല്ലാഹ്. ഈവൻ നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം നിന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഹിദായത്ത് ഇല്ലാണ്ടാവുന്നത്, അല്ലെ, അല്ലെങ്കിൽ അവര് വേറെ മതത്തിലുള്ള ആരെങ്കിലും കൂടെ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം ഇവിടെ നിന്നുപോയി എന്നാ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇബാദത്തിനേക്കാൾ വലുതല്ല അതൊന്നും. ആർക്കെങ്കിലും ഒരു രോഗം വന്നു, നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, അവര് മരിച്ചുപോയി, സുബ്ഹാനല്ലാഹ്, അതൊന്നും നമ്മുടെ ഇബാദത്തിനെ തടയാനുള്ള ഒരു പരീക്ഷണമേ അല്ല. ഈവൻ നമ്മളെ മറ്റുള്ളവർ പല രീതിയിൽ ഉപദ്രവിക്കുന്നു, വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നു, അതൊന്നും നമ്മളെ ഇബാദത്തിനെ ബാധിക്കാൻ മാത്രം വേർത്തല്ല. ഓക്കെ, നമ്മളെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നും മെയിൻ ഇന്ന് വരെ ഇബാദത്തായി മാറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സൈഡായിട്ട് പറഞ്ഞേ ഉള്ളൂ, നമ്മളെ വിഷയം അതല്ല. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇവിടെ പറയുന്നത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്ന് പറഞ്ഞ ആ ഫിത്ന എന്ന് പറയുന്നത് മതപരമായ പീഡനമാണ്, അല്ലെ. അയാളുടെ വിശ്വാസം കാരണം ഒരാൾ പീഡിപ്പിക്കപ്പെടുക. എന്നിട്ട് ആ പീഡനം എത്രത്തോളം പീക്കാവുന്ന വെച്ചാൽ അയാൾക്ക് മതത്തില് വിശ്വാസം പോലും എന്നെ കൊണ്ട് പറ്റൂല, ഇനി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റൂല എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ആ പീഡനം പോവാം. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ വരുന്ന അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരാളെ കൊല്ലല്, അല്ലെ, കൊലപാതകം അത്ര വലിയൊരു കടുപ്പമുള്ള കാര്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരാളെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിനോളം കടുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്ത് ഹജ്ജില് 11-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറുൻ അത്മഅന്ന ബിഹി വഇൻ അസ്വാബത്ഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹി ഖസറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഒരു വക്കിലിരുന്നുകൊണ്ട് അള്ളാഹുവെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു അങ്ങനെ ചെയ്തോ ചെയ്ത് ഇല്ല, നമുക്ക് അതല്ല മെയിൻ, അല്ലെ. അവന് വല്ല ഗുണവും വന്നെത്തുന്ന പക്ഷം അവൻ അതിൽ സമാധാനം അടഞ്ഞുകൊള്ളും. അവൻ ഹാപ്പിയാണ്, അല്ലെ. അവൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അള്ളാഹിനെ ഇങ്ങനെ ഒരു സൈഡിൽ ഇരുന്ന് മെല്ലെ നൈസായിട്ട് ഇത്തിരി ഭാഗത്തൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നാൽ അവന് വല്ല പരീക്ഷണവും നേരിട്ടാലോ അവൻ അവന്റെ പാട്ടിലേക്ക് തന്നെ മറിഞ്ഞു കളയുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവനെ ബാധത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അല്ലെ. ഇഹലോകവും പരലോകവും അവന് നഷ്ടപ്പെട്ടു. അത് തന്നെയാണ് എന്ത് ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇബാദത്തിനേക്കാൾ വലുതായിട്ട് സുബ്ഹാനല്ലാഹ് വേറൊന്നുമില്ല. അള്ളാഹുവിലുള്ള വിശ്വാസത്തിനേക്കാൾ വലുതായിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. അത് തടയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവനെ ഇഹലോവും പരലോകവും ഇല്ല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഫിത്നയേക്കാൾ കടുപ്പമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുവദിച്ച കൊലപാതകം. അതായത് നിങ്ങൾ അവരെ കൊന്നോളൂ എന്ന് പറയുമ്പോഴും അവര് ചെയ്തതിന് പകരാവുന്നില്ല ഈ കൊലപാതകം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾക്ക്, അല്ലെ, നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒരു പ്രതികാരം കാണിച്ചോ, പക്ഷെ എന്നാലും നിങ്ങളോട് ചെയ്ത ഫിത്നയ്ക്ക് പകരമാവുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രല്ല അവരുടെ ഫിത്നയുടെ ഭാഗമായിരുന്നു ഈ കൊലപാതകവും, അല്ലെ. അവര് ദീൻ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ മുസ്ലിങ്ങളെ കൊന്നിട്ടുമുണ്ട്. ഒരുപാട് മുസ്ലിങ്ങൾ അവർ കൊന്നിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അവരുടെ യുദ്ധം ചെയ്യുന്നത് വളരെ റീസണബിൾ ആണ്, ന്യായമാണ്. കാരണം അവര് തന്ന ഫിത്നയേക്കാൾ വലുതല്ല നിങ്ങൾ ഈ കൊല്ലുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് യുദ്ധം ചെയ്തോളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെ അനുവദിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാം ആളുകൾക്ക് പൊതുവെ ആളുകളുടെ മനസ്സിലുള്ള ചോദ്യവും എതിർപ്പുമാണ് മുസ്ലിങ്ങളും യുദ്ധവും, അല്ലെ. ഇവർക്ക് വെറും യുദ്ധം ചെയ്യലാ പണി. അവർ യാതൊരു കാരണവും ഇല്ലാണ്ട് ആയുധം എടുക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചെയ്തത്, രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് അനുവദിച്ചത്? ഫിത്ന, ഏറ്റവും വലിയ ഫിത്ന നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ഫിത്നയെ നിലനിർത്താൻ വേണ്ടിയിട്ട്, നിലകൊള്ളാൻ വേണ്ടി അനുവദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ദീൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. ഒരു വ്യക്തിക്കും അവനെ എന്തിനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അതിനു വേണ്ടി ജീവിക്കാൻ പറ്റൂല. കാരണം അള്ളാഹ് നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അതിനെ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ
അതിനെ നമ്മൾ തടയുന്ന സാഹചര്യം എന്താണെങ്കിലും അത് തടയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വേസ്റ്റ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും, എന്നാ നിങ്ങൾ യുദ്ധം ചെയ്യരുത് അവരോട്. എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഇവിടെ വീണ്ടും റൂൾസ് പറയണം, നിയമങ്ങൾ പറയണം. എന്താ നിയമം? ഇന്ദൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യരുത്. മസ്ജിദുൽ ഹറാം എവിടെയാണ്? മക്കയിലാണ് അല്ലെ. മക്കയുടെ ആ ഒരു പരിസരം എന്ന് പറയുന്നത് നമുക്കറിയാം ഹറമായിട്ട്, പരിശുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അവിടെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് അല്ലെ. മരം മുറിക്കുക, പരസ്പരം കൊല്ലുക, യുദ്ധം ചെയ്യുക, ഇതൊന്നും അവിടെ അനുവദനീയമല്ല. അപ്പം ഹറമിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് അത് അനുവദനീയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾ അവിടെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ച് നിങ്ങൾ ചെയ്യരുത്, അതിന് നിങ്ങൾക്ക് അനുവാദമില്ല. ഈവൻ നിങ്ങളിപ്പോ കുറച്ചു നേരം അള്ളാഹു പറഞ്ഞിരുന്നല്ലേ, നിങ്ങൾ കാണുന്നിടത്ത് വെച്ച് അവരെ കൊന്നോന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ വെച്ചിട്ട് അവരെ കാണുകയാണെങ്കിലും, മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ച്, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ കാണുകയാണെങ്കിലും എന്താക്കരുത്? നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യരുത്. പക്ഷേ അവര് നമ്മളെടുത്ത് അവിടെ നിന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാലോ, അവര് മസ്ജിദുൽ ഹറാമിൽ നമ്മളെടുത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാലോ, ഹത്താ യുഖാതിലൂക്കും ഫീ, അവര് ചെയ്യുന്നത് വരെ. ഓക്കെ, നിങ്ങളുടെ ശത്രുവിനെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഉപദ്രവിക്കില്ല, നിങ്ങൾ അങ്ങോട്ട് കൊല്ലൂല, യുദ്ധം ചെയ്യൂല. വേറെ എവിടെ വെച്ചിട്ട് നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊന്നു കളയണം. പക്ഷെ ഹറമിൽ വെച്ചിട്ട് നിങ്ങൾ അവരെ ചെയ്യാൻ പാടില്ല. പക്ഷേ അവര് നിങ്ങൾ ഹറമിൽ വെച്ച് ഉപദ്രവിക്കുകയാണെങ്കിൽ എന്താണ്? നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. എന്താ അള്ളാഹു പറയുന്നത്? ഫഇൻ ഖാതലൂക്കും, അവര് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഖാതലൂഹും, നിങ്ങൾ കൊന്നുകളയാം. മനസ്സിലായല്ലോ? അപ്പോൾ മസ്ജിദുൽ എവിടെ വെച്ചും നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്നു കളയണം. പക്ഷെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത്. പക്ഷെ അവര് നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അവരെ തിരിച്ചു കൊല്ലണം, നിങ്ങൾ അവരെ തിരിച്ച് ഫൈറ്റ് ചെയ്യണം. കദാലിക, അപ്രകാരമാണ് ജസാഉൽ കാഫിരീൻ, അവിശ്വാസിക്കുള്ള പ്രതിഫലം, അവർക്കുള്ള എന്താണ്? ശിക്ഷ അല്ലെ. അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അത് ഒരാള് ഹറമിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ പിന്നെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. ഹറമിന്റെ പരിശുദ്ധിയെ അവൻ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവന്റെ ജീവനെ നമ്മൾ അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട്, ഓക്കെ, പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു പാതകം, ഒരു തിന്മ ചെയ്തിട്ട് അയാള് മസ്ജിദുൽ ഹറമിൽ അഭയം പ്രാപിക്കുകയാണെന്ന് വെച്ചോ, അപ്പം അയാളെ നമുക്ക് അവിടെ വെച്ച് പിടിച്ച് അയാളെ ശിക്ഷിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷേ ഒരാൾ മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ട് ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ അയാളെ അവിടെ വെച്ചിട്ട് തന്നെ അയാളെ പിടിക്കുകയും ശിക്ഷിക്കുകയും വേണമെന്ന് ഒരു നിയമമുണ്ട്. അപ്പം കദാലിക ജസാഉൽ കാഫിരീൻ, അപ്രകാരമാണ് കാഫിരീങ്ങൾക്കുള്ള പ്രതിഫലം. അവര് ഹറമിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളും അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. തുടർന്ന് 92-ാമത്തെ ആയത്ത്, റഹീം, ഇനി അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ, തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു. ഫഇനിൻ തഹൗ, ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ, നൂൻ ഹ യ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ഗഫൂറുൻ, ഏറെ പൊറുക്കുന്നവൻ, റഹീമൻ, കരുണാനിധിയും ആണ്. തഫ്സീർ നോക്കാം. ഫഇനിൻ തഹൗ, നിർത്തുകയാണെങ്കിൽ. ഓക്കെ, ഇൻതഹൗ, നൂൻ ഹ യ, നഹി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇൻതഹ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം നിർത്താം, സ്വയം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അവര് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നത് നിർത്തിക്കളഞ്ഞാൽ, നമ്മളടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പം ഒരു കൂട്ടര് നിങ്ങളുടെ അടുത്ത് മുമ്പ് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവർ പറയാണ് ഇല്ല, ഇനി ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വിട്ടാൽ പറ്റൂല അല്ലെ, മുമ്പേ നമ്മളെ നല്ലോണം ഉപദ്രവിച്ചതല്ലേ, എന്നാ തിരിച്ചു കൊടുത്തിട്ട് തന്നെ ബാക്കിക്കാര്, അങ്ങനെയാണോ? ഇല്ല. അവര് യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ, അവര് പീഡനം അല്ലെങ്കിൽ വയലൻസ് നിർത്തിക്കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇത് എസ്പെഷ്യലി ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ട് മീൻസ് ഈ യുദ്ധം ചെയ്തതിനു ശേഷം ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള കാര്യത്തിൽ പ്രത്യേകം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. ഒരു മുസ്ലിം മുസ്ലിങ്ങളെ ഒരുപാട് പീഡിപ്പിച്ച ഒരാള്, സുബ്ഹാനല്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ ഒരുപാട് പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ഇസ്ലാമിന് പ്രയാസം ഉണ്ടാക്കിയ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഒരിക്കലും പുറത്തു കൊടുക്കാൻ പാടില്ലാത്ത ആളെന്നാണ് അല്ലെ നമ്മുടെയൊക്കെ മനസ്സിൽ വരാ. ഒരു കാരുണ്യം അവനെ അർഹിക്കുന്നില്ല. പക്ഷെ അള്ളാഹ് പറയുന്നു, അവൻ അതിനുശേഷവും
അവൻ നിർത്തിക്കഴിഞ്ഞ് അവൻ അള്ളാഹുലേക്ക് മടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അങ്ങേയറ്റം പാപമോചനം നൽകുന്നവനും അള്ളാഹു കാരുണ്യവാനുമാണ്. അള്ളാഹുവിന്റെ ഒരു ഔദാര്യം എന്താണ് അല്ലെ, അള്ളാഹുവിന്റെ ഫضല്, അള്ളാഹുവിന്റെ കരം, സുബ്ഹാനല്ലാഹ്. ഇത്രത്തോളം പൊറുക്കുന്നവൻ, ഇത്രത്തോളം ശ്രേഷ്ഠനാണ് റബ്ബ്, സുബ്ഹാനല്ലാഹ്. എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹുവിലേക്ക് പാപമോചനം തേടി മടങ്ങുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കും. നമുക്കറിയാം ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ഷി അല്ലെ, ഒരു സഹാബിയെ മാത്രമല്ല കൊന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനും കൂടെയായിരുന്നു. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ, വഹ്ഷി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പുറത്തു കൊടുത്തിട്ട് റഹീം. പിന്നീട് മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു തരത്തിലും പീഡിപ്പിക്കാനുള്ള അനുവാദമില്ല. കാരണം അള്ളാഹു പറഞ്ഞു അവൻ നിർത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പൊറുക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. വഹ്ഷിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മളെ ഖിസാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഈ ഉദാഹരണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അധികാരമുണ്ട് കൊന്നവനെ തിരിച്ചു കൊല്ലാനുള്ള. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെ, അവരുടെ സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇവിടെ അവർ യുദ്ധം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവരോട് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഇല്ല. മുമ്പ് വഹ്ഷി അത് അവരെ പീഡിപ്പിക്കുന്ന ഒരു കാലത്താണെങ്കിൽ അവർക്ക് ചെയ്യായിരുന്നു. പക്ഷെ നിർത്തി ഇസ്ലാമായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പാടില്ല. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ വഹ്ഷിയാണ് പിന്നീട് മുസൈലിമ അൽ കദ്ദാബ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഒരു ഫാൾസ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ നുബൂവത്ത് അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ നബിയാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മുസൈലിമ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു എഴുത്തും എഴുതണ്ടായി, ഒരു കാര്യം ചെയ്യാം, എനിക്കും കിട്ടിയിട്ടുണ്ട് നുബുവത്ത്, പകുതി നീ എടുത്തോ പകുതി ഞാനും എടുക്കാം, നമുക്ക് അധികാരം ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇയാളുമായിട്ട് പിന്നീട് യമാമ യുദ്ധത്തിൽ വെച്ചിട്ട് വഹ്ഷി ഇയാളെ കൊലപ്പെടുത്തുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുമ്പോൾ അല്ലെ, മക്ക കാലഘട്ടത്തില് ഖാലിദ് ബിൻ വലീദ്, അബൂ സുഫിയാൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് അവരെ കുറിച്ച് മോശം മാത്രമേ പറയാൻ തോന്നുള്ളൂ. പക്ഷേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റൂല. കാരണം അവരെന്താണ്, റളിയല്ലാഹു അൻഹു ആണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ തൃപ്തരാണ്. കാരണം അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചെന്ന് മാത്രമല്ല പല യുദ്ധങ്ങളിലും അവരായിരുന്നു തലപ്പത്തുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിന് നേതൃത്വം കൊടുത്തവരായിരുന്നു അവർ. ഒരിക്കൽ അവർ ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നവരാണ്. പക്ഷെ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തതാണ്. പല യുദ്ധങ്ങളിലും അവര് എന്താണ് നേതൃത്വ സ്ഥാനം വഹിച്ചവരാണ്. ഇക്രിമ ഇബ്നു അബീ ജഹലിന്റെ മകൻ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ഒരുപാട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള യുദ്ധങ്ങളിലൊക്കെ മുന്നിൽ നിന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളെടുത്ത് ഇറങ്ങിയവനാണ് അല്ലെ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലെ, ഏതാനും ചെറിയൊരു ദൂരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറമാടപ്പെട്ട് കിടക്കും. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഫഇനിൻ തഹൗ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യവാനാണ്. അപ്പൊ അള്ളാഹു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ പോലും നമുക്ക് മരണം വരെ നമ്മൾ പറയൂ കേട്ടോ, പുറത്തു കൊടുത്തു എന്ന്. എന്നാലും ഏത് സാഹചര്യം കിട്ടിയാലും എടുത്തു വെച്ച് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെന്നാലും അന്ന് അങ്ങനെ ചെയ്ത്, അവരെന്നാലും എങ്ങനെ ചെയ്ത്. സുബ്ഹാനല്ലാഹ്. നമ്മുടേത് എന്ത് പുറത്തു കൊടുക്കലാണ് നമ്മളുടേതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. അവര് പലപ്പോഴും അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മളടുത്ത് മോശമായിട്ട് പറഞ്ഞത്, നമ്മളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചത്, നമ്മളെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടാവും. പിന്നീട് ചിലപ്പോൾ അവര് നമ്മളടുത്ത് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരവരുടെ രീതികൾ നന്നാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയും എന്റെ അടുത്ത് ചെയ്തൊന്നും എനിക്ക് മറക്കാൻ പറ്റൂല മോനെ അല്ലേ. സുബ്ഹാനല്ലാഹ്. അവർക്ക് പുറത്തു കൊടുക്കുമ്പോൾ നമ്മൾ മറക്കരുതെന്ന് ഒരു വശമുണ്ട്. അതെന്തിനാ, അവരിൽ നിന്ന് പിന്നീട് ഒരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിക്മയാണ് അത്. അല്ലാതെ നമ്മൾ അതും പറഞ്ഞ് അവരെ ഏത് രീതിയിലും വാക്കുകൾ കൊണ്ടും അല്ലാത്ത രീതിയിലും അറ്റാക്ക് ചെയ്യാന്നുള്ളതല്ല അവിടെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അല്ലെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന അടിമകളെ കൊലപ്പെടുത്തിയ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബാക്കളെ കൊലപ്പെടുത്തിയ ആളുകളോടാണ് അള്ളാഹു പറയുന്നത് അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്ന്. അള്ളാഹുവിന്റെ നീതി എന്താണ്, നമ്മളുടെ നീതി എന്താണ്, അള്ളാഹുവിനോട് അവര് ചെയ്ത അനീതി എന്താണ്, അള്ളാഹുവിന്റെ അടിമകളെ കൊല്ലുന്നത് വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബാക്കളെ കൊല്ലുന്നത് വഴി അള്ളാഹുവിനോട് അവര് ചെയ്ത അനീതി എന്താണ്, നമ്മളോട് ഈ നമ്മളുടെ ജീവിതത്തിലെ ആളുകൾ ചെയ്യുന്ന അനീതിയും അതും തമ്മിൽ എന്ത്, ഒരു ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമല്ലേ. സുബ്ഹാനല്ലാഹ് അല്ലേ. എന്നാലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റൂല. ഫഇനിൻ തഹൗ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം.
അടുത്ത ആയത്ത് 193. وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. മർദ്ദനമില്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടില്ല. വാക്കർത്ഥം വഖാത്തിലൂഹും, അവരോട് യുദ്ധം ചെയ്യുവിൻ. വീണ്ടും വീണ്ടും വരുന്ന ഒരു വാക്കാണ്. ഹത്ത, വരേക്കും, ലാ തകൂന, ഇല്ലാതാവുന്നത് വരെ, ഫിത്ന, കുഴപ്പം, വയകൂന, ആവുന്നത് വരേക്കും, അദ്ദീനു, ദീൻ, ദാൽ യാ നൂൻ, ലില്ലാഹി, അള്ളാഹുവിന്. ഫഇനിൻ തഹൗ, ഇനി അവർ വിരമിക്കുകയാണെങ്കിൽ, ഫലാ ഉദ്വാൻ, പിന്നെ അക്രമം പാടില്ല, ഇല്ല, ഒഴികെ, അല ദ്വാലിമീൻ, അക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെ. വാലിമിൻ, ദുൽമ്, വാലിമിന്റെ പ്ലൂറലാണ് ദോദുലാമീം, ഉദ്വാൻ, ഐൻ ദാൽ വാവ്. ഇൻതഹൗ നമ്മളിപ്പോ കുറച്ച് മുമ്പേ എഴുതിയിട്ടുണ്ടായിരുന്നു, നൂൻ ഹ യാ. തഫ്സീർ നോക്കാം. വഖാതിലൂഹും, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, അല്ലെ, ശത്രുവുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, ഫിത്ന ഇല്ലാതാവുന്നത് വരെ. അപ്പം യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമില് യുദ്ധം ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ യുദ്ധം ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്? മുസ്ലിങ്ങളെ യുദ്ധം ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് എന്താണ്? അതിന്റെ എന്താണ്? അതിന്റെ ഉദ്ദേശം, ലക്ഷ്യം, അത് ഇവിടെ വിശദമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, ഫിത്ന ഇല്ലാതാവുന്നത് വരെ. അപ്പം മുസ്ലിങ്ങൾക്കെതിരെയുള്ള മതപരമായ പീഡനം നിർത്താൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പം ഏതൊരു സ്ഥലത്തും, ഏത് സാഹചര്യത്തിലും, ഏത് സമയത്തും ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മുസ്ലിം കൗമിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണ് ഒന്നിച്ചു നിന്നിട്ട് അവരെ രക്ഷിക്കുക, ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ ആരെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും ആ ഒരു ഫിത്നയ്ക്ക് സ്റ്റോപ്പ് ഇടേണ്ടത് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിങ്ങളുടെ, ആ കൗമിന്റെ ഡ്യൂട്ടിയാണ്. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, ഫിത്ന ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്തോളുക. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ എനിമി, ഈ ഒരു ശത്രു പവറിലായിരിക്കുന്നിടത്തോളം കാലം ആ ഫിത്ന അവിടെ ഉണ്ടാവും, അല്ലെ. മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവർക്ക് മക്കയിൽ അധികാരം ഉണ്ടായിരുന്നിടത്തോളം കാലം അവര് മുസ്ലിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്, അല്ലെ. ഹുദൈബിയ സന്ധിയൊക്കെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അപ്പോഴും മുസ്ലിങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചതികൾ ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിക്കെതിരെ പോലും അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫിത്ന നിർത്താനുള്ള ഒരേ ഒരു വഴി എന്താ? ആ ശത്രുവിനെ ഇല്ലാണ്ടാക്കുക, അല്ലെ, അവരുടെ പവറിനെ ഇല്ലാണ്ടാക്കുക. അവർക്ക് പിന്നെ പവർ കൊടുക്കരുത്. കാരണം അവർക്ക് പിന്നെ ഒരിത്തിരി പോലും പവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പവറിനെ മിസ്യൂസ് ചെയ്യും. ആ ചെറിയ പവർ പോലും ഉപയോഗിച്ചിട്ട് അവര് പീഡിപ്പിക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ശത്രുവിന്റെ കയ്യിൽ ആ പവർ അങ്ങ് എടുത്തു കളയാം. അവരെ പീഡിപ്പിക്കാനുള്ള അവരുടെ കയ്യിൽ കൊടുക്കുന്ന അനുവാദത്തിന് അങ്ങ് എടുത്തു കളയാം. അതാണ് സൊല്യൂഷൻ. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ദീൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദമില്ലാതെ വിശ്വാസത്തിന്റെ പേരിലുള്ള പീഡനം നടന്നു കഴിയുമ്പോൾ അവർക്ക് ആ പീഡിപ്പിക്കാനുള്ള അവരുടെ കയ്യിലുള്ള പവർ അങ്ങ് എടുത്തു കളയാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കാനുള്ള കാരണം. കാരണം അതുവരെ അവർക്ക് അവിടെ പവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ പീഡിപ്പിച്ചു. ആ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവരോട് ബാക്കി ഉണ്ടെങ്കിൽ പോലും അവർക്ക് പവർ നഷ്ടപ്പെട്ടപ്പോൾ പീഡനം നടന്നു. സുബ്ഹാനല്ലാഹ്. ഹത്താ ലാ തകൂന ഫിത്നത്തുൻ, ആ ഫിത്ന കംപ്ലീറ്റ് തീരുന്നത് വരെ. വയകൂന ദീനു ലില്ലാഹ്, ദീൻ അള്ളാഹുവിന് മാത്രമാണ്, അത് മാത്രമാകുന്നത് വരെ. ഇവിടെ ദീൻ എന്ന് പറയുന്നത് ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്. ദീൻ റിലിജൻ അല്ലെങ്കിൽ മതം മാത്രമല്ല, ഇവിടെ ഇബാദത്തും കൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇബാദത്ത് അള്ളാഹുവിനാകുന്നത് വരെ, ഓക്കെ, ആൾക്കാർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അതുവരെ എന്താണ്, ആ എനിമി, ആ ശത്രുവിനുള്ള പവർ നിങ്ങൾ അതിന് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വരെ, അതായത് ആ ശത്രുവിന്റെ പവർ കളഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് വരെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ പവർ അങ്ങ് എടുത്തു കളയുക, എന്നിട്ട് മുസ്ലിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഫ്രീഡം വാങ്ങിക്കൊടുക്കുക. ശരിക്കും
ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ബ്ലെസ്ഡ് അല്ലേ, നമുക്ക് എത്ര ഫ്രീ ആയിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേ ഉള്ളൂ, നമ്മളടുത്ത് ഇബാദത്ത് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാലും നമ്മൾ വേറെ പല ഫിത്തനകൾ ഉണ്ടാക്കി നടക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ശത്രുക്കളുടെ പവർ തടയേണ്ടത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. എന്നാലും ഷോർട്ടായിട്ട് പറയാം, രണ്ട് തരത്തിലുള്ള മുസ്ലിങ്ങളാണുള്ളത്. ഓക്കെ, ഒരു വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നത്, വേറൊരു വിഭാഗം എന്ന് പറയുന്നത് പീഡിപ്പിക്കാത്തത്. ഓക്കെ, ഞങ്ങളും ജീവിക്കാം, നിങ്ങളും ജീവിക്കാം, കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ജീവിച്ചോളാം. ആ ഒരു രീതിയിലുള്ള മുസ്ലിങ്ങളുണ്ട്. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ ഇസ്ലാം ആയതിന്റെ പേരിൽ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന അമുസ്ലിങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ആദ്യം പറഞ്ഞ പീഡിപ്പിക്കുന്നതിന്റെ പേരിലുള്ള അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കേണ്ടത്. അല്ലാത്ത കേസിൽ നമ്മൾ അവരുമായിട്ട് യുദ്ധത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം മുസ്ലിങ്ങൾ അബ്സീനിയയിലേക്ക് പോയപ്പം അവിടെ ക്രിസ്ത്യൻ ഗവൺമെന്റ് ആണ്, ക്രിസ്ത്യൻ ഭരണാധികാരിയാണ് അബ്സീനിയയിൽ ഭരിച്ചിരുന്നത് അല്ലെ. അവിടെ പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അബ്സീനിയൻ ഭരണാധികാരിയുമായിട്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മക്കയിലെ മുശ്രിക്കുകൾ ആണ് അവിടുത്തെ അധികാരികൾ. ഇവരെ മുസ്ലിങ്ങളെ ദീൻ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന ദീനു ലില്ലാഹ്. അള്ളാഹുവിനെ ഇബാദത്ത് ആക്കുന്നത് വരെ, ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കുന്നത് വരെയാണ് അത് ചെയ്യേണ്ടത്. ഫഇൻ തഹൗ, എന്നിട്ട് അവരെ നിർത്തുകയാണെങ്കിൽ, അങ്ങനെ ശത്രു പീഡനം നിർത്തുകയാണെങ്കിൽ ഫലാ ഉദ്വാൻ, പിന്നെ നിങ്ങൾ ശത്രുത കാണിക്കരുത്, ഇല്ലാ അല ദ്വാലിമീൻ, അതിര് കവിയുന്നവരോടല്ലാതെ. അപ്പൊ ഇവിടെ ഉദ്വാൻ, ഐൻ ദാൽ വാവ്, ഉദ്വാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഉദ്വാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതിര് കവിയലാണ്. ഇവിടെ പറയുന്നത് ശത്രുത. ഓക്കെ, അതായത് നമ്മളെ ശത്രു ഇങ്ങനെ നമ്മളെ പീഡിപ്പിക്കുന്ന ഒക്കെ ഉണ്ട്, പക്ഷെ അവര് ശത്രുത എന്താ പറയാ വെച്ചാൽ അവരുടെ പീഡനം അവർ നിർത്തിക്കഴിഞ്ഞാൽ, നമ്മൾക്കെതിരെ, നമ്മളുടെ ഇസ്ലാമിക പ്രാക്ടീസ് ചെയ്യുന്നതിനെതിരെയുള്ള ഫിത്തനകൾ അവർ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്കെതിരെ ആയുധമെടുക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ അവരോട് ശത്രുത കാണിക്കാൻ പറ്റൂല. പിന്നെ അവരുടെ അടുത്ത് ശത്രുത കാണിക്കുകയാണെങ്കിൽ അവര് ദ്വാലിമീങ്ങളാവണം, അവര് വീണ്ടും അതിര് കവിയുന്നവര് ആയിരിക്കണം. നമ്മളെ സമാധാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആയുധം എടുക്കേണ്ടത് നമ്മുടെ സമാധാനത്തിനെതിരെ അവര് കുഴപ്പമുണ്ടാക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ സമറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട്. ഇനി അവര് നമ്മളെ വെറുതെ വിടുകയാണെങ്കിൽ അവരെ നമുക്കും വെറുതെ വിടാം. യുദ്ധം ചെയ്യേണ്ടത് നമുക്ക് സമാധാനം ഉണ്ടാവുന്നത് വരെയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവുന്നത് വരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ സമാധാനമായിട്ട് രണ്ടു കൂട്ടരും കോഎക്സിസ്റ്റ് ജീവിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 3-4 ചെറിയ ചെറിയ ആയത്തുകളിൽ നമ്മൾ അതിന്റെ ഒരു സമ്മറി മനസ്സിലാക്കി, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കായിട്ടും ബാത്തിലായിട്ടും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ആമീൻ. നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും വരുന്ന പരീക്ഷണങ്ങൾ, സത്യം പറയുകയാണെങ്കിൽ പരീക്ഷണങ്ങളല്ല, പക്ഷെ പരീക്ഷണങ്ങൾ നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത് എവിടെയെങ്കിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാനുള്ള തടസ്സമുള്ള പരീക്ഷണങ്ങളാണോ എന്നാണ് നോക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നിന്ന് പോകേണ്ടത്. അല്ലാത്തതെന്നും നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തിൽ നിന്ന് തടയുന്നതല്ല. അത് നമ്മളായിട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങനെ മുന്നോട്ട് പോകണം. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ സ്റ്റക്ക് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എല്ലാവർക്കും ശരിയായ രീതിയിൽ ദീനിനെ ഉൾക്കൊള്ളാനും പ്രാക്ടീസ് ചെയ്യാനും ഉള്ള തൗഫീഖ് തട്ടെ. നമ്മൾ എടുക്കുന്ന ഓരോ കുഞ്ഞു എഫേർട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക
أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.